ഏകദേശം ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പാണ് മെക്സിക്കൻ ഗ്രാസ് ഒക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത് മെയിൻ്റനൻസ് വർക്കിനായിട്ടുണ്ട്. ഗാർഡനിൽ ചിതൽശല്യം വരാണ്ടിരിക്കാനും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് പച്ചപ്പിൽ ഇങ്ങനെ വളർന്നു നിൽക്കാനും ഗ്രാസ് ഒരു നിശ്ചിത കാലാവധി ഇടവിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. മെക്സിക്കൻ ഗ്രാസ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു നിറാണ് ഉണ്ടാവുക. ആവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസറൊക്കെ കൊടുത്താൽ 1.5 മാസം കൊണ്ട് നല്ല അടിപൊളി ഗ്രോത്തിൽ നല്ല പച്ചപ്പിൽ വീണ്ടും ഇവിടെ തന്നെ ഗ്രാസ് ഒക്കെ ഉണ്ടാവുന്നതാണ്. ഈ ഒരു ഭാഗത്ത് കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗത്ത് കാണുന്നത് ചിരലോ മറ്റ് കല്ലുകളോ ഒന്നല്ല, ഇത് ക്ലേ ബോൾസ് ആണ്. വാട്ടർ സ്റ്റോറേജ് ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ക്ലേ ബോൾസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഒരു കോട്ടയാടും ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെടികളുടെ അടിഭാഗത്തുള്ള ഈ വൈറ്റ് കളർ പെബിൾസ് ആണ് കേട്ടോ മറ്റൊരു ഹൈലൈറ്റ്. ഇനി ഒരു പ്ലാന്റ് പരിചയപ്പെട്ടാലോ? ഇതിന്റെ പേരാണ് തുൻബേജിയ. പല സ്ഥലങ്ങളിലും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ലാൻഡ്സ്കേപ്പിംഗ് വർക്കുകളിൽ ഇത്തരത്തിലുള്ള പ്ലാന്റ് ഒക്കെ ഉപയോഗിച്ചാൽ ആ ഏരിയ ഒന്നുകൂടി നമുക്ക് അടിപൊളിയാക്കി എടുക്കാൻ കഴിയും. ഈ ചെടി വളർന്ന് അതിൽ ഇത്തരത്തിൽ ഫ്ലവർ ഒക്കെ ഉണ്ടാവാൻ കുറച്ച് ടൈം എടുക്കും. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പിംഗ് വർക്കുകൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ബൈ.